അപ്പൊ നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നോക്കി റോഡ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം കുറെ നാൾ മുമ്പ് വരെ ഭയങ്കര മോശം റോഡായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓഫ് റോഡ് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴേതായാലും നല്ല റോഡാക്കിയിട്ടുണ്ട്. ഇനി ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ വ്യൂ കാണാൻ പോവേണ്ടത്. അപ്പോഴേ ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇല്ലിക്കൽ കല്ലിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ദൂരമുണ്ട് ഇലവീഴ പൂഞ്ചിറയിലേക്ക്. ഈ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് എൻട്രൻസ്. കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നോ അല്ലെങ്കിൽ ജീപ്പ് സഫാരി ആയിട്ടോ വ്യൂ പോയിന്റിലേക്ക് പോവാം. ജീപ്പ് സഫാരിക്കായുള്ള ജീപ്പുകളാണ് ഇവിടെ കാണുന്നത്. ഈരാറ്റുപേട്ട, പാല, തൊടുപുഴ എന്നീ സ്ഥലങ്ങളിൽ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇലവീഴ പൂഞ്ചിറയിലേക്കും ഇല്ലിക്കൽ കല്ലിലേക്കും എത്താം. പിന്നെ DTPC വക ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവും റെസ്റ്റ് റൂമും ഇവിടെയുണ്ട്. അത്യാവശ്യം ഫ്രഷപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ DTPC ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പം ഇലവീഴ പൂഞ്ചിറ കാണാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തില്ല, വ്യൂ പോയിന്റ് എന്ന് എഴുതി വെച്ചിട്ട് ബോർഡിലെടുത്ത് കാറൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഓപ്ഷൻ ജീപ്പിൽ പോകാമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ആ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ പോകുമ്പോഴാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ ആ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും ആ ഒരു മുട്ടക്കൊന്നും ഒക്കെ എത്തുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ജീപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം. ജീപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓഫ് റോഡെന്ന് അവിടെ നിന്ന് ഒരു ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ 500 രൂപയാണെന്ന് കേട്ടോ പറഞ്ഞത്. അതും അങ്ങ് മേളിലൊന്നും എത്തത്തില്ല, കുറേ ദൂരം. അതായത് നമ്മൾ എന്തായാലും നടക്കണം, ട്രക്കിംഗ് ഉണ്ട് ഇവിടെയും. അപ്പോൾ ഒരു പരിധി വരെ ജീപ്പിൽ പോകാം, അത് കഴിഞ്ഞ് നടന്നു കയറണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചപ്പം വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഭയങ്കര ക്ഷീണമൊന്നും ഫീൽ ചെയ്യുന്നില്ല. നടന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു 1.5 കിലോമീറ്റർ നമ്മുടെ സമയമുണ്ടല്ലോ. അപ്പോൾ ഏതായാലും നടന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നോക്കാം. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറയുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാം. അതായത് ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയൊക്കെ കണ്ടിട്ട് നമുക്ക് ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഈ രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പോൾ ക്ലൈമറ്റ് ഉണ്ടല്ലോ, നല്ല പ്ലസന്റ് ക്ലൈമറ്റാണ്. പിന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, കാറ്റിന് നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരുപാട് ചൂടുള്ള സമയങ്ങളിൽ എന്തായാലും വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അന്ന് ജീപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഇന്ന് ആ ഒരു വെയിലിന് അത്ര കാഠിന്യവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്കില്ല. നമ്മുടെ സമയമുണ്ട്. നമ്മൾ ഈ 2 ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ഈ സമയമുണ്ട്. ഇപ്പോഴത്തെ സമയം 1:40, 2 മണിയാകുന്നേ ഉള്ളൂ. അങ്ങനെ സമയവും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നടന്ന് പോകാൻ തീരുമാനിച്ചത് കേട്ടോ. ആ കാണുന്നുണ്ടോ, ആ ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ വ്യൂ പോയിന്റ് ഉള്ളത്, ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ്. അപ്പൊ ഈ ഇലവീഴ പൂഞ്ചിറ പണ്ട് ഇവിടെ ഉണ്ട്. പക്ഷേ സൗബിന്റെ ഒരു സിനിമയില്ലേ, ഇലവീഴ പൂഞ്ചിറ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ സ്ഥലം കുറച്ചുകൂടെ ഫേമസ് ആയിട്ടോ. കുറേ ആൾക്കാർ ഈ സ്ഥലം കാണാനും അത് സെറ്റൊന്നും അല്ല കേട്ടോ, അതേപോലുള്ള കാഴ്ചകൾ നമുക്ക് മേളിൽ കാണാൻ സാധിക്കും. ഞാനും ഒരുപാട് വീഡിയോസ് കാണുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ കാണണമെന്ന് തോന്നി. ആ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഒരു നിഗൂഢതയും ആ ഒരു ലൊക്കേഷനൊക്കെ അടിപൊളിയായിരുന്നില്ലേ. സിനിമ കണ്ടവരൊരിക്കലും ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊന്നും മറക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇലവീഴ പൂഞ്ചിറ ആയാലും ഇല്ലിക്കല്ലായാലും മഴയുള്ള സമയത്ത് സൂക്ഷിക്കുക കേട്ടോ വരുമ്പോൾ. വേറൊന്നും അല്ല, സമുദ്രനിരപ്പിൽ ഒത്തിരി ഉയരത്തിലുള്ള സ്ഥലങ്ങളല്ലേ. ഇടിമിന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അത് അവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് പറയും കേട്ടോ. അതായത് അങ്ങനെ മഴയ്ക്ക് അങ്ങനെ ഇടിമിന്നലിന് ചാൻസ് ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോയതെന്നും പറഞ്ഞ് അവർ തടയും. അപ്പം അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ പറയുന്നത് അതൊക്കെ അനുസരിക്കുക. പെട്ടെന്ന് ഇടിമിന്നൽ ഏൽക്കാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. ഈ കാണുന്ന വഴി കൂടെ കേട്ടോ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഇതുവരെ പ്രൈവറ്റ് വാഹനങ്ങളല്ലേ, ബൈക്കൊക്കെ ഇതുവഴി വരുന്നത് കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ, കട്ട ഓഫ് റോഡാണ്. ജീപ്പിന് മാത്രമേ ഇവിടുന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വന്തം വണ്ടിയൊന്നും ഇതുവഴി പോകത്തുമില്ല, പോകാൻ പറ്റത്തുമില്ല. ഇത് കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. പക്ക ഓഫ് റോഡാണ്, കണ്ടില്ലേ.
പക്ഷെ ജീപ്പൊക്കെ സുഖമായിട്ട് കയറി പോകും കേട്ടോ. നമ്മുടെ വണ്ടി പോകുമായിരുന്നു. വേണ്ട, പക്ഷെ പ്രവേശനം ഇല്ലല്ലോ നമ്മുടെ വണ്ടിക്ക്. ടാക്സിക്ക് മാത്രമേ പ്രവേശനം. കുറച്ച് ജീപ്പുകാർക്ക് മാത്രമേ ഇങ്ങോട്ട് കയറി വരാനുള്ള അനുവാദമുള്ളൂ. ഇനി ഇലവീഴ പൂഞ്ചിറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലായി മാങ്കുന്നത്ത് മല, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ 3 മലകൾക്ക് നടുവിലായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഇലവീഴ പൂഞ്ചിറ. അതിശക്തമായ കാറ്റുള്ളതിനാൽ ഇവിടുള്ള ചിറ, അതായത് കുളത്തിൽ ഒരില പോലും വീഴില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്നില്ലേ, ഇതുവരെ മാത്രമേ ജീപ്പിൽ വരാൻ പറ്റൂ കേട്ടോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും ദൂരത്തേക്ക് 500 രൂപ എന്ന് പറഞ്ഞത് കത്തിയാണ്, വേറൊരു കത്തി. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, 500 രൂപ കൊടുത്ത് വരണമെങ്കിൽ വരാം. ഇപ്പോഴത്തെ വെതറും ക്ലൈമറ്റും ഒക്കെ അനുസരിച്ച് 500 രൂപ കൊടുത്ത് വരേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് ദൂരെ ജീപ്പ് വരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് തന്നെ പോകണം. പിന്നെ ഒത്തിരി വയസ്സായ ആൾക്കാരോ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ജീപ്പ് എടുത്ത് വരാം. പിന്നെ ഇവിടുത്തെ കാറ്റ് കണ്ടില്ലേ, ഒരു രക്ഷയുമില്ല, അടിച്ചു വറുത്തുന്ന നല്ല തണുത്ത കാറ്റ്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ, ഒരു രക്ഷയുമില്ല. എന്ത് ഭംഗിയാണെന്നോ ചുറ്റുപാടും കാണാൻ. പച്ചപ്പും ഹരിതാഭയും നല്ല തണുത്ത കാറ്റും നോക്കത്താ ദൂരത്തോളം മലനിരകളും. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും. ഇനിയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച, അതായത് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ ഷൂട്ട് ചെയ്ത പഴയ പോലീസ് വയർലെസ് സ്റ്റേഷൻ. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഷാഹി കബീർ സൗബിനെയും സുധി കോപ്പയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ ത്രില്ലർ സിനിമയായ ഇലവീഴ പൂഞ്ചിറ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇലവീഴ പൂഞ്ചിറയിലെ കുന്നിന് മുകളിലുള്ള ഒറ്റപ്പെട്ട പോലീസ് വയർലെസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ മധുവിൻ്റെയും സുധിയുടെയും കഥ ഒരു പതിഞ്ഞ താളത്തിൽ പറഞ്ഞ് ട്വിസ്റ്റുകൾ കൊണ്ട് നമ്മളെ മുൾമുനയിൽ നിർത്തി ത്രില്ലടിപ്പിച്ച സിനിമയായിരുന്നല്ലോ ഇലവീഴ പൂഞ്ചിറ. ഇടിമിന്നലും മഴയും കൊടുങ്കാറ്റും മാറി മാറി വരുന്ന, മൊബൈൽ റേഞ്ച് പോലും കഷ്ടിയായ, അങ്ങേയറ്റം നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായാണ് സിനിമയിൽ ഈ സ്ഥലം ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ സിനിമ കണ്ട് ആ സിനിമയിൽ ആ രംഗങ്ങളാട്ടോ നമുക്ക് ഓർമ്മ വരുന്നത്. ആ സിനിമ മുഴുവൻ ഇവിടെ അല്ലേ, ഇവിടെ തന്നെ അല്ലേ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വിൻമില്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ മറിഞ്ഞ് കിടപ്പുണ്ട്. ആ ഒരു കോഫി പോലുള്ള ആ ഒരു താമസ സൗകര്യമൊക്കെ ഇല്ലേ, ആ റൂമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ജനലിലൂടെ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വേറെ ആരുമില്ല, 2-3 പേരുടെ അല്ലാതെ നിൽക്കുന്ന തിരക്കൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂകൾ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2:15 പക്ഷെ വെയിലിൻ്റെ കാഠിന്യമൊന്നും അറിയാൻ പറ്റുന്നില്ല. നല്ല കാറ്റാണ്, നല്ല രസമാണ്, ചുറ്റുമുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നൊരു മനോഹര കാഴ്ച എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല അടിപൊളി കാഴ്ച. മലങ്കര റിസർവോയർ, ആ ഒരു ഡാമിൻ്റെ ആ ഒരു കാശ്മീർ ഏരിയ ആണ് കേട്ടോ കാണാൻ. നോക്കി എത്ര നീളത്തിൽ അതിങ്ങനെ പരന്ന് കിടക്കുന്നത്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഈ കോട ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. കോട വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അത് വേറൊരു ഭംഗിയായിരിക്കും. കോട ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അതിൻ്റേതായ ഭംഗിയും സൗന്ദര്യമൊക്കെ എല്ലാ സ്ഥലത്തിനും ഉണ്ട്. പക്ഷെ ഇപ്പം കണ്ടില്ലേ, നമുക്ക് ഇത്രയും ദൂരെ വരെയുള്ള ആ ഒരു കാശ്മീർ ഏരിയ, വെള്ളം നോക്കി എന്ത് നല്ല രസമായിട്ട് കിടക്കുന്നത്. ഇടയ്ക്ക് കുറേ തുരുത്തുകളും ദ്വീപുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോഴത്തെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ദൂരെ നല്ലൊരു പാലം കാണാൻ സാധിക്കുന്നു കേട്ടോ. വലിയൊരു പാലമാണ്. നോക്കി, ഈ ഒരു ഡാമിൻ്റെ ആ ഒഴുകുന്ന വെള്ളത്തിന് കുറുകയായിട്ട് നമുക്ക് നല്ല വലിയ പാലമാണേ. അതേത് ഭാഗമാണെന്ന് എനിക്കറിയില്ല, മുട്ടമൊക്കെ ആണെന്ന് തോന്നുന്നു.
മുട്ടം ഏരിയയൊക്കെയാണ് നമ്മൾ കാണുന്നതെന്നാ തോന്നുന്നേ. ഇടുക്കി ഡാമിന്റെ താഴെയുള്ള ഡാമല്ലേ ഈ മലങ്കര. ഇടുക്കി ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന ഇടുക്കി ഡാമിൽ നിന്ന് വീണ്ടും ക്യാച്ച് പിടിച്ചു നിർത്തുന്നതാണ് ഈ മലങ്കര. മലങ്കര ഇടുക്കി ഡാമിൽ നിന്ന് റിലീസായി വരുന്ന വെള്ളമാണ്. ഇതാണ് സിനിമയ്ക്ക് ആസ്പദമായിട്ടുള്ള ആ ഒരു റൂം കാര്യങ്ങളൊക്കെയാണിത്. പക്ഷെ ശരിക്കും ഒരു പോലീസ് വയർലെസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം മാത്രമേ വലിയൊരു കുന്നിന്റെ മേളിലുള്ളൂ നല്ലൊരു അങ്ങനെ ഒരു ഫീലല്ലേ. പക്ഷെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒറിജിനൽ പോലീസ് വയർലെസ് സ്റ്റേഷൻ ഉള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ അറിവ് വെച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ഞാനിത് ഇങ്ങനെ കേട്ടതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വെതർ കാസ്റ്റിങ്ങിന് ആയിട്ട് സ്ഥാപിച്ച ഒരു ബിൽഡിംഗ് പോലൊരു സംഭവമാണ് ഇത്. ഇപ്പോൾ വർക്കിംഗ് ഒന്നും കാര്യങ്ങളൊന്നും അല്ല, ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ സിനിമയിലാണ് ഈ ഒരു സംഭവം അങ്ങ് ഫേമസ് ആയത്. പക്ഷേ ഇവിടെ വരുന്നവർക്കുണ്ടല്ലോ ഇത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലീസ് വയർലെസ് സ്റ്റേഷൻ എന്നാണ്. പക്ഷേ ഒറിജിനൽ പോലീസ് വയർലെസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഇത് അങ്ങനെ ഒരു പോലീസ് വയർലെസ് സ്റ്റേഷൻ അല്ല. ശരിക്കും ഇതിനകത്ത് കാണുമ്പോൾ ആ ഒരു സിനിമയുടെ ഇത് വരുന്നുണ്ട് അല്ലേ. അതിൽ ആ ടോയ്ലറ്റിന്റെ ഡോറൊക്കെ കണ്ടോ, സൗബിൻ ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ മറ്റേ പുള്ളിക്കാരൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സീനൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. പെയിന്റിംഗ് ഒക്കെ നോക്ക്, ഷൂട്ടിംഗ് പർപ്പസിനായിട്ട് ഇത് കൊടുക്കുമായിരിക്കും. KSIBയുടെ നമ്പരും എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, വാട്ടർ കാരിയർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? വെള്ളം ഇവിടെ എത്തിക്കുമല്ലോ ചെയ്യുന്ന ആൾക്കാർ. സിനിമയിൽ അങ്ങനെയല്ലേ കാണിക്കുന്നത്, വെള്ളം ഒക്കെ കൊണ്ടുവരുമല്ലോ ചെയ്യുന്നത് ജീപ്പിൽ. ജീപ്പിൽ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പാറ കണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇത് പാറയല്ല കേട്ടോ. ഇത് ആ സെറ്റിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു ഫേക്ക് പാറയാണേ. ഇതിങ്ങനെ തട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ നശിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ അവർ പണിതിരിക്കുന്നത് കണ്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അടിപൊളി. പൊന്നു കണ്ടുപിടിച്ച കേട്ടോ. ഞങ്ങൾക്ക് ഒന്ന് ശരിക്കും പാറയാണ്. പൊന്നു നോക്കിയപ്പോൾ അതിന്റെ സൈഡിലൊരു മെറ്റലിന്റെ മെഷൊക്കെ വെച്ചിട്ട് ചെറിയ ഹോളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലായത്. തോന്നോ കണ്ടു കഴിഞ്ഞാൽ? കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ തട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അത് കോൺക്രീറ്റ് വെച്ച് ചെയ്തത്. പൊന്നു ഇവിടെ കണ്ടുപിടിച്ചേ, പൊന്നുവാണത് കണ്ടുപിടിച്ചത്. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞത് ശരിക്കും കരിങ്കല് തന്നെ അല്ലേ? അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്കൊക്കെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ടോ. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം കേട്ടോ. ആർക്കും മനസ്സിലാവില്ല കേട്ടോ അത് ശരിക്കും. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ആ സാധനം ഒന്നും നശിച്ചോ ഒരിടത്തും ഒരു പൊട്ടലോ പോറലോ ഒന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ ഇതിങ്ങനെ തട്ടി നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെയുള്ള ഒറിജിനൽ പോലീസ് വയർലെസ് സ്റ്റേഷൻ. വളരെ തിരക്കുന്ന തിരക്കില്ല, ആരുമില്ല. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. 1-2 പേരും വരും, തിരിച്ചു പോകും. അത് പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഈവനിങ് വൈകുന്നേരം ആകുമ്പോഴും പിന്നെ ഹോളിഡേയ്സിന് നല്ല തിരക്കുണ്ടാവുന്ന താഴെ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അന്ന് ജീപ്പുകളൊക്കെ ഒത്തിരി ഉണ്ടാവും, ഒത്തിരി ഓട്ടവും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് വന്നത് ഏതായാലും നല്ലതാണ്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതായത് ട്രാഫിക്കും തിരക്കൊന്നും ഇല്ലാതെ ഇതൊക്കെ കാണാൻ പറ്റി. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇലകൾ വീഴാത്ത ഒരു കുളമുണ്ടെന്ന്. ആ കുളമാണ് നമ്മളിത് ആ താഴെ കാണുന്നത്. അതാണ് ശരിക്കുമുള്ള ഇലവീഴാ പൂഞ്ചിറ. വനവാസ കാലത്ത് പാണ്ഡവർ ദ്രൗപദിയുമൊത്ത് ഇവിടെ താമസിച്ചിരുന്നുവെന്നും ആ സമയം ദ്രൗപദിക്ക് കുളിക്കാനായി ഭീമൻ നിർമ്മിച്ചതാണ് ഈ കുളമെന്നുമാണ് ഐതിഹ്യം.
അങ്ങനത്തെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു കേട്ടോ. ദേ ആ കാണുന്ന വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് വന്നത്. DTPCയുടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതിനടുത്ത് തന്നെയാണ് ടൂറിസ്റ്റ് ബംഗ്ലാവും ഉള്ളത്. 15ഓളം ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് ശരിക്കുള്ള ഇലവീഴ പൂഞ്ചിറ കാണാൻ. അതായത് ഒരു കുളമാണ്, ചിറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുളമാണ് കേട്ടോ. ഇതേ ഞങ്ങൾ താഴെ വന്നപ്പോഴത്തേ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വലിയ ജലാശയമാണ് കേട്ടോ ഇവിടെ. പക്ഷേ ആൾക്കാർക്ക് ഇറങ്ങാനോ കാല് നനയ്ക്കാനോ ഒന്നും പറ്റില്ല. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുളത്തിലുള്ളത് അമൃത് സരോവർ കുടിവെള്ളമാണ്, ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് ഇവിടെ ഒരു ബോർഡും ഉണ്ട് കേട്ടോ. കാണുന്നതാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ്. അവിടുത്തെ പോലീസ് വയർലെസ് സ്റ്റേഷനാണ് നമ്മളെ കാണുന്നത്. അതിൻ്റെ നേരെ താഴെ തന്നെയാണ് ഈ ഒരു ശരിക്കുള്ള ഇലവീഴ പൂഞ്ചിറ ഉള്ളത്, ഈ ഒരു കുളം ഉള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് വരുന്ന റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ, പറഞ്ഞു കേട്ടെ. അതായത് ഓഫ് റോഡ് വണ്ടിക്ക് മാത്രം വരാൻ പറ്റുന്ന കണ്ടീഷൻ, വളരെ മോശമായിട്ട് കല്ലുകളൊക്കെ ഉരുണ്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലായാലും ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന റോഡായാലും നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാറ് നിർത്തിയിട്ടാട്ടോ നമ്മൾ ആ ഒരു ചിറ കാണാൻ പോയത്. അതായത് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയ ഒരു വഴിയില്ല, അവിടെ കാറ് പാർക്ക് ചെയ്ത്. അതും ഇതുമായിട്ട് അധികം വ്യത്യാസമൊന്നുമില്ല, ദൂരെ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് മുന്നിലേക്ക് വന്നാൽ മതി, ഇവിടെ ചിറ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ ചിറ കണ്ടിരുന്നു. ഇപ്പോൾ ചിറയുടെ അടുത്ത് വന്ന് കാണണമെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേ കുറേ ചേച്ചിമാരുടെ കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നാരങ്ങ വെള്ളവും മോരും വെള്ളവും പിന്നെന്താ കുറച്ച് ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാൻ റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ കാണുന്നില്ലേ, ഈ റോഡ് കണ്ടിട്ട് എന്ത് തോന്നുന്നു, നല്ല അടിപൊളി റോഡാണ്. ഇത് കണ്ടോ, നല്ല രീതിയിൽ അവർ ടാറൊക്കെ ചെയ്ത് സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകൾ. ഇനി മറ്റൊരു യാത്രാ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.